ഹായ്, അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ? സൺഡേ ആയിട്ട് എന്താ പണിയെന്നല്ലേ? ഇത് ഈ കടുക്കൊക്കെ കാമ്പെടുക്കുന്ന പരിപാടി കേട്ടോ. ഉപ്പക്ക് നാട്ടിലാണ് പണി. അപ്പോൾ ഈ കടുക്ക എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നല്ല കുഞ്ഞതൊക്കെ ഞങ്ങൾക്ക് തരും കേട്ടോ. അതേപോലെ തന്നെ നല്ല വലിയ സൈസുള്ളതും. ഇതൊക്കെ 1 കിലോന് മേലുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതെല്ലാം കൂടെ 1 കിലോ ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ. ഒരു 6 പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചെറുതൊക്കെ ആദ്യം തന്നെ പുഴുങ്ങി കാമ്പെടുക്കാം. പിന്നെ അതെല്ലാം പുഴുങ്ങിയിട്ട് കാമ്പെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ വലിയതൊക്കെ ഒന്ന് ചീന്തി എടുക്കാം. നിങ്ങൾ കടുക്ക ചീന്താന്നാണ് പറയുക. ഇത് കടുക്ക ചീന്താനുള്ള കത്തിയാണ്. അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ നല്ല മൂർച്ചുള്ള കത്തി കൊണ്ടൊക്കെ മുറിക്കുമ്പോൾ ഇതിൻ്റെ കാമ്പൊക്കെ മുറിഞ്ഞു പോകും. അതുമല്ല കൈക്കൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പുഴുങ്ങിയെടുക്കുന്ന മീറ്റിനെക്കാട്ടും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഈ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന മീറ്റിനായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ചീന്തി എടുക്കുന്നത് കേട്ടോ. നല്ല ഹാർഡാണ്, നല്ല വലിയ കടുക്കാണ് കേട്ടോ, നല്ല കാമ്പും ഉണ്ട്. ആദ്യമൊക്കെ ഞങ്ങളെ ഏരിയയിൽ ഒരുപാട് വീടുകളിൽ ഇതേപോലെ കടുക്ക ചീന്തി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, ഇപ്പം നാട്ടിൽ കടുക്കൊക്കെ നല്ല ഡിമാൻഡാണ്. അതുമല്ല കടലിൽ തീരെ കടുക്കല്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സീസണിൽ മാത്രമേ പണി ഉണ്ടാവൂ. അന്ന് 100 കടുക്ക ചീന്തി കൊടുത്താൽ 5 രൂപ 10 രൂപക്കാട്ടോ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ 4-5 ചാക്ക് കടുക്ക ചീന്തുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഉപ്പിന് എടുത്തുകൊണ്ടിരുന്ന കടുക്ക ചീന്തിയിട്ട് മീറ്റാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നിന്നിട്ടോ. ഇപ്പോൾ കടുക്ക എടുക്കുന്നിടത്ത് തന്നെ ഹോൾസെയിലായിട്ട് വാങ്ങാൻ ആൾക്കാർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒന്നായിട്ട് അവർ വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ കടുക്കയും വലിയ കടുക്കയൊക്കെ ഞങ്ങൾക്ക് കിട്ടുക. ഒരു ദിവസം 20 കിലോ അങ്ങനെ കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ.